ഗായ്സ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടിലൂടെയാണ്. ഇൻ്റർനാഷണൽ എയർപോർട്ട്. പൈലറ്റ് ആവാൻ പോവാണ്. എൻ്റെ കൂടെ അരുണുണ്ട്, കണ്ണപ്പനുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ പൈലറ്റ് ആവാൻ പോവാണ്. ഇവിടെയുള്ള വിമാനങ്ങളൊക്കെ കണ്ണപ്പന്ന് ഓടിച്ചു നോക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എയർപോർട്ടിലെ ട്രെയിൻ. എത്ര നീളമുണ്ട് കണ്ടോ? കഴിയുന്നില്ല. അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോന്നു. ഇപ്പോഴും കഴിഞ്ഞില്ല. കഴിഞ്ഞു. ഗൈസ്, കണ്ണപ്പൻ്റെ അച്ഛനെടുക്കാൻ പോകുന്നത്. കണ്ണപ്പ ഇപ്പം ഇമോഷണലാവും എന്നാണ് പറഞ്ഞു വരുന്നത്. അച്ഛനാണെന്നും പറയണ്ട, അല്ലാന്നും പറഞ്ഞു. അപ്പം നോക്കിയ കാരണം കണ്ണപ്പ ഒന്നാണ് നോക്ക. എത്ര വർഷത്തെ കാത്തിരിപ്പാണപ്പാ? 2.5 വർഷത്തെ കാത്തിരിപ്പാണ്. 2 പെട്ടി വരാണ്. എത്തി. ടൈമൊക്കെ കാണിക്കുന്നത്. ടെൻഷൻ. കുറേരായി വരുന്നില്ല. എടാ, മൂപ്പര് ചിലപ്പോൾ അടുത്ത വണ്ടിയിലാവും. കോളടിയുന്നുണ്ട്, റിങ് ചെയ്യുന്നുണ്ട്. ആളെ കാണാനില്ല. ഓ ഗായ്സ്, ടെൻഷനാവുണ്ടെന്ന്. അതൊന്നല്ലേ, ആളെ കാണുന്നില്ല. അടുത്ത ഫ്ലൈറ്റിലാത്രേ. നമ്മളെ പറ്റിച്ചു. നാളെ വരുള്ളൂ. ഇന്നില്ല. നാളെ 8 മണിക്ക് വരാൻ. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടല്ലേ? ഉറങ്ങല്ലേ ഈ ചെറുക്കം. രാവിലെ 5 മണിക്ക് വിളിച്ച് നീട്ടിച്ചിട്ട് ഓൻ കടന്നുറങ്ങി. എന്നിട്ട് വരുന്ന 8 മണിക്ക്. എൻ്റെ പല്ലും ചെറിയ കണ്ണപ്പനാണെന്ന് മെയിൻ. കണ്ണപ്പൻ്റെ ടെൻഷനാണ് ഈ വീഡിയോയിൽ മൊത്തം. ഒരു ദീർഘശ്വാസം എടുക്കുക, എന്നിട്ട് പതുക്കെ വിടുക. ഗായ്സ്, അച്ഛനാവണമെന്ന് ഉറപ്പൊന്നുമില്ല. അല്ലെങ്കിൽ അച്ഛൻ്റെ കൂട്ടുകാരൻ പെട്ടിയും കൊണ്ട് വരും. അപ്പോൾ കൂട്ടുകാരൻ ഏതാ നമുക്കറിയില്ല. ചിലപ്പോൾ പോയി പേരേക്ക് എത്തിയിട്ടുണ്ടാവും. എത്തിയാണെങ്കിൽ വീട്ടിൽ നിന്ന് വിളിക്കില്ലേ? കാരണം അപ്പം അങ്ങോട്ട് പോരെ, അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട്. ആളി അറിയില്ല, പെട്ടി അറിയില്ല. അച്ഛനാണെങ്കിൽ വരണമില്ല. അങ്ങനെ നോക്കി നിൽക്കന്നെ. നമ്മളൊരു 10 മണി ഇറക്കാനേ. 3 മണിയായി. 10 മണി വരെ നിൽക്കൂല. ടൈം കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് വന്നാൽ നമ്മളടുത്ത് ഇരിക്കും. വണ്ടി വരുന്നില്ല. ആർക്കും ഗൈസ്, അപ്പോൾ അടയാളം കെട്ടിയിട്ടുണ്ട്. തൊപ്പി മാസ്കാണ്. ആളെ തിരിച്ചറിയാതൊക്കെ വേണ്ടി തൊപ്പി മാസ്ക് ഇട്ടാണ് വരുന്നത്. നമുക്ക് അടയാളം നോക്കി ആളെ പൊക്കാം. കണ്ണപ്പനാണ് അടയാളം പറഞ്ഞത്. അപ്പോൾ കോള് വന്നു. തൊപ്പി മാസ്ക് ഇട്ടുള്ള ആളൊക്കെ ഉണ്ടായി എവിടെ കണ്ടാലും പിടിച്ചോളാം. നന്ദു പറഞ്ഞത് ആരും പറഞ്ഞതേ വേണ്ട. തൊപ്പി മാസ്കും മസ്റ്റാണ്. ഇതിൽ വരുമ്പോൾ നമ്മൾ അറ്റാക്ക് എന്ന് പറയണം. എന്ത് പറയണം? ഡോറയുടെ കൂടെ നിങ്ങളും പറയില്ലേ? ടെൻഷൻ. നമ്മൾ കുറേ നിന്ന് നോക്കി. ഇനി കുറച്ചേരം ഇരുന്ന് നോക്കാം. ഇവിടെ നിന്നാണ് വരിക. കാണിച്ചുതരാം. വരുന്നില്ല. കാണുവാൻ കുഴപ്പമില്ല. ഇതിനുള്ളിൽ കുറേ ആൾക്കാരുണ്ട്. പെട്ടിക്ക് വരിക്കുകയാണ്. പെട്ടിക്ക് എടുത്ത് ഇനി പതുക്കെ ഇങ്ങനെ വരണ്ടേ. നമ്മളേതായാലും ഇവിടെ ഇരിക്കില്ലേ? കുറച്ചേരം ഇവിടെ ഇരിക്കണം. അതല്ലേ നല്ലത്. വന്നു. എവിടെ? ഇവതാ എങ്ങോട്ടാ പോണു? അതാ ചോന്ന് കിട്ടി. ആളെ കിട്ടി. രണ്ടോ പൈ ഗൈസ്, അപ്പോൾ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്.
പൈസ ആളെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്ത വണ്ടി എടുത്ത് കൊണ്ടാവും. ഇതാണ് ഗായ്സ് എയർപോർട്ട് കാണാത്തവരെ കണ്ടോളൂ. അതാ പ്ലെയിൻ പോണു, സൂം ചെയ്യാനും പറ്റില്ലല്ലോ. അതാ പോകുന്നു അതാ ഇത് കാണില്ലല്ലോ, ഫുൾ ഷെയ്ക്കാണേ. ടാറ്റയുടെ പഞ്ചതാടിയിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പാർക്കിംഗ് ഫീസ് കൊടുക്കണം. പാർക്കിംഗ് ഫീസ് എത്ര അരമണിക്കൂറിന് 20, അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ 60. അങ്ങനെയൊക്കെയാണ് ഫീസ് പറയുന്നത്. എയർപോർട്ട് അരുണതാ മുന്നിൽ നടക്കുന്നു, ഞാനതാ പുറകിൽ നടക്കുന്നു. നോ പാർക്കിങ്ങിന് 500 രൂപ ഫൈനൊക്കെ ഉണ്ട്. ഗായ്സ് നമ്മുടെ പഞ്ച് അൺലോക്കായി. ഗായ്സ് അപ്പോൾ ഒരു തലയും മാലും ഇല്ലാത്ത വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കാമെന്ന വിവരം എല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളുകയാണ്. അപ്പോൾ അച്ഛനെ കൊണ്ടാൻ പോയ അന്നപ്പനും കൂട്ടിന് പോയ അരുണും ഒപ്പം പോയ ഞാനും ഞങ്ങളിനി അടുത്ത വല്ല തലയും മാലും ഇല്ലാത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ.